ഉമ്മമാരെ, ചെറിയ പെൺകുട്ടികൾ വളർന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. 29 വയസ്സ് മാത്രമല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചത്. അത്രയും കൊല്ലക്കാലത്തെ ജീവിതം ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ക്ഷമിച്ചത്, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹയാ കാണിച്ചത്, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കല്യാണത്തിന്റെ ആദ്യരാത്രിയിൽ തന്നെ നിസ്കാരം നിർവഹിച്ചത്, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രാരാബ്ധത്തിലും ഭർത്താവിനോടൊപ്പം കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൂടിയത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ 2 കൈയും മലക്കിയിട്ടും മരച്ചിട്ടും തണർത്തിട്ടും അതേ പൊട്ടിയിട്ടും ചീറ്റിയിട്ടും കൈയിന് തണർപ്പ് വന്നിട്ടും ആ സുന്ദരമായ ശരീരത്തിൽ കേടുപാട് വന്നിട്ടും ദിക്റിന്റെ മധുരം കൊണ്ട് ആത്മീയ ഭാവം കൊണ്ട് അടിമകളെ സ്വീകരിക്കാതെ ദിക്റ് കൊണ്ട് മതിയാക്കിയ സംഭവം മക്കൾക്ക് പകർന്നു കൊടുക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് സ്വർഗത്തിലെ നേതൃസ്ഥാനത്തിരിക്കുന്നത്. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയസ്ഥരായ വനിതകളുടെ നേതാവാണ് മോളെ. ആ നേതാവിന്റെ പിന്നിൽ നിൽക്കണമെങ്കിൽ നല്ല ഹയാഓടെ ജീവിക്കണേ. ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഫാത്തിമ ബീവിയുടെ ശരീരം ഒരന്യപുരുഷൻ കണ്ടിട്ടേയില്ല. ഫാത്തിമ ബീവിക്ക് വല്ലാത്ത ഹയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യത്തിന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഉത്തരവും അങ്ങനെയാണല്ലോ. ഫാത്തിമ, ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന്, ഒരു സ്ത്രീ ജീവിതത്തിൽ ഏറ്റവും നല്ല ഖൈറായി കാണേണ്ട കാര്യം എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നത് ഒരന്യപുരുഷൻ ഒരു പെണ്ണിനെ കാണാതിരിക്കലാണ്, ആ പെണ്ണ് അന്യപുരുഷനെയും കാണാതിരിക്കലാണ്. ഈ മറുപടി അങ്ങ് പറഞ്ഞപ്പോ മാറിലേക്ക് അണച്ചുകൂട്ടി പിടിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞില്ലേ, ബഅലുഹാ മിൻ ബഅലിൻ, ഇത് ചിലതിൽ നിന്ന് വന്ന ചിലത് തന്നെയാണ്. ഫാത്തിമത്തു ബളഅതും മിന്നീ ഫമൻ അഗ്ളബഹാ ഫഖദ് അഗ്ളബനീ. എന്റെ ഫാത്തിമ ബീവി ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ഫാത്തിമ മോളെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ എന്നെ വിഷമിപ്പിച്ചു പോയി. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പകർന്നു കൊടുക്കണം.